പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ അതോ ജീവിതം പുറത്താണോ? ആഴത്തിലുള്ള സ്ഥലത്തിൻ്റെ തണുത്ത നിശബ്ദമായ കോണുകളിൽ മറഞ്ഞിരിക്കുന്നു, നോക്കുന്നു, കാത്തിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളെ കുറിച്ചും അങ്ങനെ തന്നെ ആശ്ചര്യപ്പെടുന്നുണ്ടോ? ഞങ്ങൾ രാത്രി ആകാശത്തേക്ക് നോക്കുന്നിടത്തോളം വേട്ടയാടുന്ന അതേ ചോദ്യം ഞങ്ങൾ ചോദിച്ചു. നമ്മൾ യഥാർത്ഥത്തിൽ തനിച്ചാണോ? പുരാതന മിത്തുകൾ മുതൽ ആധുനിക ശാസ്ത്രം വരെ, ദൂരദർശിനികൾ മുതൽ ബഹിരാകാശ പേടകങ്ങൾ വരെ, ഞങ്ങളുടെ അന്വേഷണം ഒരിക്കലും നിലച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തലിൻ്റെ വക്കിൽ നിൽക്കുന്നു. ഇന്ന് ശാസ്ത്രം ഇതിനെ വെറും ഊഹാപോഹമായി കണക്കാക്കുന്നില്ല. ഇത് സൂചനകൾ, ഡാറ്റ, സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു. വിദൂര സൂര്യനെ ചുറ്റുന്ന അന്യഗ്രഹ ലോകങ്ങൾ, നക്ഷത്രങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ, വിശദീകരണം നിഷേധിക്കുന്ന നിഗൂഢതകൾ. ഈ യാത്രയിൽ ഞങ്ങൾ അജ്ഞാതമായത് പര്യവേക്ഷണം ചെയ്യും. വിശദീകരിക്കപ്പെടാത്തത്, ഒപ്പം സങ്കല്പിക്കാനാവാത്തത്. കാരണം ചിലപ്പോൾ സത്യം ഫിക്ഷനേക്കാൾ വിചിത്രമാണ്. ഭൂമിക്കപ്പുറത്തുള്ള ജീവന്റെ അന്വേഷണം ആരംഭിക്കാൻ പോലും നാം ആദ്യം വഞ്ചനാപരമായ ഒരു ലളിതമായ ചോദ്യം അഭിമുഖീകരിക്കണം. എന്താണ് ജീവൻ? നൂറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെയും തത്വചിന്തകരെയും ചിന്തകരെയും വെല്ലുവിളിച്ച ഒരു ചോദ്യമാണിത്. എന്നാൽ ജീവശാസ്ത്രത്തിൻ്റെയും ആസ്ട്രോബയോളജിയുടെയും മണ്ഡലത്തിൽ വളരെ പ്രായോഗികമായ ഒരു ലെൻസിലൂടെയാണ് ഞങ്ങൾ ജീവിതത്തെ നിർവചിക്കുന്നത്. ജീവികളെ അതിജീവിക്കാനും വളരാനും പുനരുൽപ്പാദിപ്പിക്കാനും പരിണമിക്കാനും അനുവദിക്കുന്ന നിർദ്ദിഷ്ട ഘടകങ്ങളുടെ സാന്നിധ്യം. നമ്മൾ ഇതുവരെ നിരീക്ഷിച്ചതിൽ നിന്ന് ജീവിതം കുറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ 3 അടിസ്ഥാന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു: വെള്ളം, ഊർജം, ജൈവ തന്മാത്രകൾ. ജലത്തെ പലപ്പോഴും സാർവത്രിക ലായകമെന്ന് വിളിക്കുന്നു. നല്ല കാരണവുമുണ്ട്. ഭൂമിയിൽ അറിയപ്പെടുന്ന എല്ലാ ജീവരൂപങ്ങളും അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് ജലാംശം മാത്രമല്ല, കോശങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ സങ്കീർണമായ രസതന്ത്രത്തെ ജലം സഹായിക്കുന്നു. ഇത് പോഷകങ്ങളെ ലയിപ്പിക്കുന്നു, ജീവനുള്ള സംവിധാനങ്ങളിൽ രാസവസ്തുക്കൾ കൊണ്ടുപോകുന്നു, രാസപ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്നു. വാസ്തവത്തിൽ അന്യഗ്രഹ ജീവികൾക്കായുള്ള അന്വേഷണത്തിൽ നാസയുടെ ദീർഘകാല മന്ത്രം ലളിതവും എന്നാൽ അഗാധവുമാണ്: ജലത്തെ പിന്തുടരുക. അതിനും ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട്. ഭൂമിയിൽ ദ്രവജലം കണ്ടെത്തിയിടത്തെല്ലാം പരിസ്ഥിതി എത്ര പ്രതികൂലമായി തോന്നിയാലും നമ്മൾ ജീവനും കണ്ടെത്തി. അപ്പോൾ ഊർജമുണ്ട്. ജീവിതത്തിന് വീതവേശനാവാത്ത മറ്റൊന്ന്. നമ്മുടെ ഗ്രഹത്തിന് ഉപരിതലത്തിൽ ഭൂരിഭാഗം ഊർജവും സൂര്യപ്രകാശത്തിൽ നിന്നാണ് വരുന്നത്. പ്രകാശ സംശ്ലേഷണത്തെ ശക്തിപ്പെടുത്തുകയും സങ്കീർണമായ ആവാസ വ്യവസ്ഥകൾക്ക് ഇന്ധനം നൽകുകയും ചെയ്യുന്നു. എന്നാൽ സമുദ്രങ്ങൾക്കടിയിൽ സൂര്യപ്രകാശം ഒരിക്കലും എത്താത്ത സ്ഥലങ്ങളിൽ ഹൈഡ്രോ തെർമൽ വെന്റുകൾക്ക് സമീപം തഴച്ചുളർന്ന മുഴുവൻ ആവാസ വ്യവസ്ഥകളും ഞങ്ങൾ കണ്ടെത്തി. ഇവിടെ ജീവൻ ഊർജം എടുക്കുന്നത് സൂര്യനിൽ നിന്നല്ല, മറിച്ച് രാസപ്രവർത്തനങ്ങളിൽ നിന്നാണ്, പ്രത്യേകിച്ച് കീമോസിന്തസിസ്. സൂക്ഷ്മാണുക്കൾ ഹൈഡ്രജൻ സൾഫൈഡും വെന്റിലേഷൻ വഴി പുറത്തുവിടുന്ന മറ്റ് രാസവസ്തുക്കളും തകർക്കുന്നു. ഭീമാകരമായ ട്യൂബ് വേമുകൾ, അന്ധനായ ചെമ്മീൻ, പ്രേതനണ്ടുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു വിചിത്രമായ ഭക്ഷ്യവലയെ പിന്തുണയ്ക്കുന്നു. ഈ കണ്ടുപിടുത്തങ്ങൾ ജീവന്റെ ഊർജ്ജാവശ്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ജീവനൊരു നക്ഷത്രം ആവശ്യമില്ല എന്നാണ് ഇതിനർത്ഥം. അത് ഭൂമിക്കടിയിലോ മഞ്ഞുപാളികൾക്കടിയിലോ അല്ലെങ്കിൽ യൂറോപ്പ എൻസെലാഡസ് പോലെയുള്ള വിദൂര ഉപഗ്രഹങ്ങളിൽ ഭൂഗർഭ സമുദ്രത്തിനുള്ളിലോ വളരും. പിന്നെ മൂന്നാമത്തെ ചേരുവ ഓർഗാനിക് തന്മാത്രകൾ. ജീവന്റെ ഘടനകളും സംവിധാനങ്ങളും രൂപപ്പെടുത്തുന്ന സങ്കീർണമായ കാർബൺ അധിഷ്ഠിത സംയുക്തങ്ങളാണിവ. പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ, DNA, RNA പോലെയുള്ള ന്യൂക്ലിക് ആസിഡുകൾ. കാർബണിന്റെ അതുല്യമായ രാസവൈദഗ്ധ്യം അതിന് ഭൂമിയിലെ ജീവന്റെ നട്ടെല്ലായി മാറ്റുന്നു. കൗതുകകരമായ കാര്യം, ജൈവ തന്മാത്രകൾ നമ്മുടെ ഗ്രഹത്തിന് മാത്രമുള്ളതല്ല എന്നതാണ്. വാസ്തവത്തിൽ ഞങ്ങൾ അവയെ ധൂമക്കേതുകളിലും ചിഹ്നഗ്രഹങ്ങളിലും നക്ഷത്രങ്ങൾക്കിടയിലുള്ള വാതകത്തിന്റെയും പൊടിയുടെയും ഇടതൂർന്ന മേഘങ്ങളിൽ പോലും കണ്ടെത്തി. 2018 നാസയുടെ ക്യൂരിയോസിറ്റി റോവർ 3 ബില്യൺ വർഷം പഴക്കമുള്ള ചൊവ്വയിൽ പാറകളിൽ സങ്കീർണമായ ജൈവ സംയുക്തങ്ങൾ കണ്ടെത്തി. ജീവന്റെ നിർമ്മാണ ഘടകങ്ങൾ നമ്മൾ ഒരിക്കൽ വിശ്വസിച്ചിരുന്നതിനേക്കാൾ വളരെ വ്യാപകമാണെന്ന് സൂചിപ്പിക്കുന്നു.
എന്നാൽ സമീപ ദശകങ്ങളിൽ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന തിരിച്ചറിവ് ജീവിതം എത്രമാത്രം പൊരുത്തപ്പെടുത്തലാണ് എന്നതാണ്. ഒരിക്കൽ തീർത്തും വാസയോഗ്യമില്ലെന്ന് കരുതിയ ചുറ്റുപാടുകളിൽ ഞങ്ങൾ ഇത് കണ്ടെത്തി. യെല്ലോ സ്റ്റോണിലെ തിളയ്ക്കുന്ന ആസിഡ് നീരുറവകൾ അവിടെ വെള്ളം 70°C കവിയുകയും ബാറ്ററി ആസിഡിനോട് ചേർന്നുള്ള pH ഉള്ളതാണ്. അന്റാർട്ടിക്കയിലെ വരണ്ട താഴ്വരകളിൽ തണുപ്പാസ്ഥികളെ തകർക്കുന്നതും മണ്ണ് ഏതാണ്ട് അണുവിമുക്തവുമാണ്. സൂക്ഷ്മാണുക്കൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പാറയുടെ കിലോമീറ്ററുകൾക്ക് താഴെ പോലും അവയ്ക്ക് ചുറ്റുമുള്ള ധാതുക്കളെ സാവധാനം മെറ്റബോളിസീകരിക്കുന്നു. ഇത് നമ്മുടെ വളരെ വിനയാന്വിതമായ ചിലത് പറയുന്നു. ജീവിതം ദുർബലമല്ല. ഇടുങ്ങിയ അവസ്ഥയിൽ മിന്നിമറയുന്ന അതിലോലമായ ജ്വാലയല്ല ഇത്. അത് കരുത്തുറ്റതാണ്. അത് സ്ഥിരമാണ്. ഗ്രഹം എറിയുന്നതെന്തും അത് പൊരുത്തപ്പെടുന്നു. അതെല്ലാം മാറ്റുന്നു. ജീവന് ഇവിടെ നിലനിൽക്കാൻ കഴിയുമെങ്കിൽ പൊള്ളുന്ന ചൂടിലോ അടിച്ചമർത്തുന്ന സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ പൂർണ്ണമായ ഇരുട്ടിലോ ഒരു പക്ഷേ അത് മറ്റെവിടെയെങ്കിലും നിലനിന്നേക്കാം. ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളിൽ മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കോണുകളിലും. ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നതോറും നമ്മൾ ഒറ്റയ്ക്കില്ലെന്ന് തോന്നും. നമ്മുടെ ഗാലക്സി ക്ഷീരപഥം നക്ഷത്രങ്ങളുടെ വിശാലമായ ഒരു ദ്വീപാണ്. അവയിൽ 100 കോടിയിലധികം, ഓരോന്നും ജീവന്റെ സാധ്യതയുള്ള വഴിവിളക്കുകളാണ്. രാത്രിയിലെ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ പ്രകാശബിന്ദുവും ഒരു സൂര്യനായിരിക്കുമെന്ന് മറക്കാൻ എളുപ്പമാണ്. സ്വന്തം ഗ്രഹങ്ങളുടെ കുടുംബം നിശബ്ദമായി ഭ്രമണം ചെയ്യുന്നു. ആ എണ്ണമറ്റ സംവിധാനങ്ങൾക്കിടയിൽ ചില ഗ്രഹങ്ങൾ ശരിയായ സ്ഥലത്തിരിക്കാം. അവരുടെ നക്ഷത്രത്തിൽ നിന്ന് വളരെ അടുത്തല്ല, വളരെ അകലെയുമല്ല. ദ്രാവക ജലം നിലനിൽക്കാൻ അനുയോജ്യമായ താപനിലയുള്ള സ്ഥലം. ജ്യോതിശാസ്ത്രജ്ഞർ ഈ പ്രദേശത്തെ വാസയോഗ്യമായ മേഖല എന്ന് വിളിക്കുന്നു. പക്ഷേ ഇതിന് പലപ്പോഴും ഗോൾഡിലോക്ക് സോൺ എന്ന് വിളിക്കുന്നു. കാരണം യക്ഷികഥ പോലെ എല്ലാം ശരിയായിരിക്കണം. നമുക്ക് നമ്മുടെ സ്വന്തം സൗരയൂഥത്തിൽ നിന്ന് വീടിനടുത്ത് നിന്ന് ആരംഭിക്കാം. ജീവനുള്ള ഒരേയൊരു ലോകം ഭൂമിയാണെന്ന് തോന്നിയാക്കാം. എന്നാൽ സമീപത്ത് മറ്റെവിടെയെങ്കിലും ജീവൻ നിലനിൽക്കുമെന്ന് അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടായിരുന്നിരിക്കാമെന്ന് സൂചിപ്പിക്കുന്ന ചില ശ്രദ്ധേയമായ സൂചനകൾ ഞങ്ങൾ കണ്ടെത്തി. ചുവന്ന ഗ്രഹമായ ചൊവ്വയെ എടുക്കുക. ഇന്നത് തണുത്ത പൊടി നിറഞ്ഞതുമായ മരുഭൂമിയാണ്. വിസ്പർ നേർത്ത അന്തരീക്ഷം. എന്നാൽ ഏതാനും ബില്യൺ വർഷങ്ങൾക്ക് നമ്മൾ ക്ലോക്ക് റിവൈൻഡ് ചെയ്താൽ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. നാസയുടെ ചൊവ്വ നിരീക്ഷണ ഓർബിറ്റിൽ നിന്നുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുരാതന നദീതടങ്ങളും വരണ്ടുണങ്ങിയ തടാകകിടക്കളും കാണിക്കുന്നു. ഗേൽ ക്രേറ്റർ പോലെയുള്ള ചില പ്രദേശങ്ങൾ ഭൂമിയിലെ തടാകങ്ങളുടെ അടിത്തട്ടിൽ കാണപ്പെടുന്നതിന് സമാനമായ പാളികളുള്ള അവശിഷ്ടങ്ങൾ കാണിക്കുന്നു. ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സാവധാനം കുതിച്ചുകൊണ്ടിരുന്ന ക്യൂരിയോസിറ്റി എന്ന റോവർ മണ്ണിൽ സങ്കീർണമായ ജൈവ തന്മാത്രകൾ കണ്ടെത്തി. ജീവന്റെ പ്രധാന ചെരുവുകൾ. ചൊവ്വയുടെ മഞ്ഞുമൂടിയ ദക്ഷിണ ധ്രുവത്തിനടിയിൽ ദ്രവജലം കുഴിച്ചിടാനുള്ള സാധ്യതയെക്കുറിച്ച് റഡാർ സ്കാനറുകൾ പോലും സൂചന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വാതക വിമാനന്മാരിലേക്കും അവയുടെ നിഗൂഢ ഉപഗ്രഹങ്ങളിലേക്കും നീങ്ങുക. വ്യാഴത്തിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളിലൊന്നായ യൂറോപ്പ കട്ടിയുള്ള മഞ്ഞുപാളിയുടെ അടിയിൽ പൂട്ടിയിരിക്കുന്ന ഒരു ലോകമാണ്. എന്നാൽ ആ തണുത്തുറഞ്ഞ ഷെല്ലിന് താഴെ ഒരു വലിയ ആഗോള സമുദ്രം ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ ഏതാണ്ട് ഉറപ്പാണ്. ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളുടെയും വ്യാപ്തിയുടെ ഇരട്ടി. ഹബിൾ ബഹിരാകാശ ദൂരദർശിനി യൂറോപ്പയുടെ ഉപരിതലത്തിലെ വിള്ളലുകളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന ജലബാഷ്പം പോലെ കാണപ്പെടുന്നത് കണ്ടെത്തി. ഇവ ഗേസറുകളായിരിക്കാം. താഴെയുള്ള സമുദ്രത്തിൽ നിന്ന് ബഹിരാകാശത്തേക്ക് വെള്ളം തെറിപ്പിക്കുന്നു. ദ്രാവകജലം ഉള്ളിടത്തിൽ ജീവൻ ഉണ്ടാകാം. പിന്നെ എൻസിലാഡസ്, ശനിയെ ചുറ്റുന്ന ഒരു ചെറിയ ഉപഗ്രഹം. ഇതിന് ഏകദേശം 500 കിലോമീറ്റർ കുറുകെ മാത്രമേ ഉള്ളൂ. ഏകദേശം യുകെയുടെ വീതി. എന്നാൽ സൗരയൂഥത്തിന്റെ ഏറ്റവും കൗതുകരമായ വാസ്തുക്കളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു. 2005 നാസയുടെ കാസിനി ബഹിരാകാശ പേടകം എൻസിലാഡസിന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച മഞ്ഞുപാളിയിലൂടെ പറന്നു. ആ സ്പെക്ട്രക്കുള്ളിൽ വെള്ളം, ഓർഗാനിക് തന്മാത്രകൾ കൂടാതെ ജലതാപ പ്രവർത്തനത്തിന്റെ സൂചനകൾ പോലും. ഭൂമിയുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ആഴക്കടൽ വെന്റുകൾക്ക് സമാനമാണ്. അവിടെ ജീവിതം മുഴുവൻ ഇരുട്ടിൽ തഴച്ചു വളരുന്നു. സൂര്യപ്രകാശത്തേക്കാൾ രാസോർജം പോഷിപ്പിക്കുന്നു. എന്നാൽ കഥ നമ്മുടെ സൗരയൂഥത്തിൽ അവസാനിക്കുന്നില്ല. സൂര്യന്റെ പരിചിതമായ ഊഷ്മളതയ്ക്കൊപ്പം ജ്യോതിശാസ്ത്രജ്ഞർ ഇപ്പോൾ ആയിരക്കണക്കിന് എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ലോകങ്ങൾ മറ്റ് നക്ഷത്രങ്ങളെ ചുറ്റുന്നു. അവരിൽ ചിലർ സ്വന്തം നക്ഷത്രങ്ങളുടെ വാസയോഗ്യമായ സോണുകളിൽ ഇരിക്കുന്നു. ചിലത് പ്രത്യേകിച്ച് മനപ്രയാസം ഉണ്ടാക്കുന്നു.
ഉദാഹരണത്തിന് കെപ്ലർ 452 ബി ഭൂമിയിൽ നിന്ന് ഏകദേശം 1400 പ്രകാശവർഷം അകലെയാണ്. ഇത് നമ്മുടെ സൂര്യനെ പോലെ ഒരു നക്ഷത്രം ചുറ്റുന്നു. താപനില ദ്രാവക ജലത്തിന് അനുവദിക്കുന്ന ഒരു മേഖലയിൽ ഇത് ഭൂമിയേക്കാൾ 60% വലുതും പാറക്കെട്ടുള്ളതുമാണ്. അതിന്റെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ലെങ്കിലും അതിന്റെ വലുപ്പവും സ്ഥാനവും അവനെ ജീവിതാന്വേഷണത്തിൽ ഒരു വാഗ്ദാന സ്ഥാനാർത്ഥിയാക്കുന്നു. അതിലും കൗതുകകരമായത് 40 പ്രകാശവർഷം അകലെയുള്ള മങ്ങിയ ചുവന്ന കുള്ളൻ നക്ഷത്രമായ ട്രാപ്പിസ്റ്റ് 1 സിസ്റ്റമാണ്. അതിനു ചുറ്റും 7 പാറകളുള്ള ഗ്രഹങ്ങൾ നൃത്തം ചെയ്യുന്നു. അതിൽ 3 വാസയോഗ്യമായ മേഖലയിൽ പരിക്രമണം ചെയ്യുന്നു. അവയിലൊന്ന് ട്രാപ്പിസ്റ്റ് 1E ഏതാണ്ട് ഭൂമിയിലെ വലിപ്പമുള്ളതും ദ്രാവക ജലത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങളും ഉള്ളതുമാണ്. ഈ ഗ്രഹങ്ങൾ അവയുടെ നക്ഷത്രത്തോട് വളരെ അടുത്താണ്. അവിടെ ഒരു വർഷം കുറച്ച് ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കൂ. എന്നാൽ ചുവന്ന കുള്ളന്മാർ നമ്മുടെ സൂര്യനേക്കാൾ വളരെ തണുപ്പുള്ളതിനാൽ വാസയോഗ്യമായ മേഖല അടുത്താണ്. ഈ വിചിത്രമായ ക്രമീകരണം സാധ്യമാക്കുന്നു. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി പോലുള്ള ദൂരദർശിനികൾ ഈ വിദൂര ലോകങ്ങളുടെ അന്തരീക്ഷം വിശകലനം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ജലബാഷ്പം, ഓക്സിജൻ, മീഥേൻ എന്നിവയുടെ അടയാളങ്ങൾക്കായി തിരയുന്നു. ജീവന്റെ സൂചനകൾ അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ പരിസ്ഥിതിയെ പുനർനിർമ്മിക്കുന്ന ജീവശാസ്ത്രം പോലും. അതിനാൽ ജീവിതം എവിടെയാണ് നിലനിൽക്കുക? ഒറ്റ ഉത്തരമില്ല. നമ്മുടെ തിരുമ്പിച്ച അയൽക്കാരനായ ചൊവ്വയിൽ നിന്ന് സൗരയൂഥത്തിൽ മഞ്ഞുമൂടിയ ഗ്രഹങ്ങൾ, അന്യഗ്രഹം സൂര്യനെ ചുറ്റുന്ന ദൂരെയുള്ള ഗ്രഹങ്ങൾ എന്നിങ്ങനെ നീളുന്നു. മികച്ച ഉപകരണങ്ങളും തിരയാനുള്ള മികച്ച മാർഗങ്ങളും ഞങ്ങൾ വികസിപ്പിക്കുമ്പോൾ ജീവൻ നിലനിൽക്കാൻ കഴിയുന്ന ലോകങ്ങൾ മാത്രം കണ്ടെത്തണമെന്നില്ല. അത് ഇതിനകം ഉണ്ടെന്നതിന്റെ തെളിവുകൾ നിങ്ങൾ കണ്ടെത്തിയേക്കാം. പ്രപഞ്ചം നിശബ്ദമായിരിക്കില്ല. ശരിയായ ദിശയിൽ കേൾക്കാൻ അത് കാത്തിരിക്കുന്നുണ്ടാകാം. ഭൂമിക്കപ്പുറമുള്ള ജീവനെ കണ്ടെത്തുന്നത് ഒരു പുരാതന പ്രാപഞ്ചിക പസിൽ പരിഹരിക്കുന്നതിന് തുല്യമാണ്. കാലത്തും സ്ഥലത്തും ചിതറിക്കിടക്കുന്ന നഷ്ടമായ ഭാഗങ്ങൾ. മനുഷ്യരാശി ഇതുവരെ നിർമ്മിച്ചിട്ടില്ലാത്ത ഏറ്റവും നൂതനമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഡിറ്റക്റ്റീവുകളുടെ റോളുകൾ കളിക്കുന്നു. നക്ഷത്രങ്ങളിൽ നിന്നും പാറകളിൽ നിന്നും അദൃശ്യവാതകങ്ങളിൽ നിന്നുമുള്ള ശബ്ദങ്ങളെ പിന്തുടരുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നതിൻ്റെ സൂചന പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഗ്രഹത്തിന് മുകളിലായി ഭൂമിയിൽ നിന്ന് ഏകദേശം 1 ദശലക്ഷം മൈലുകൾ ഭ്രമണം ചെയ്യുന്ന ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയാണ്. 10,000 അല്ലെങ്കിൽ 100 പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലേക്ക് ഉറ്റുനോക്കാൻ കഴിയുന്നത്ര ശക്തമായൊരു യന്ത്രം. ഇത് മനോഹരമായ ചിത്രങ്ങൾ പകർത്തുക മാത്രമല്ല, ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശം അതിന്റെ നക്ഷത്രത്തിന് മുന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് വിശകലനം ചെയ്യുന്നു. ഈ വെളിച്ചത്തിൽ സൂചനകളുണ്ട്. ചെറിയ വിരലടയാളങ്ങൾ. ഓക്സിജൻ, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളിൽ ശാസ്ത്രജ്ഞർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. കാരണം ഭൂമിയിൽ ഇവ പലപ്പോഴും ജീവന്റെ ഉപോൽപ്പന്നങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, 2023 K218b എന്ന എക്സോപ്ലാനറ്റിൽ ഭൂമിയിലെ ജീവജാലങ്ങളിൽ നിന്ന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംയുക്തമായ ഡൈമീഥൈൽ സൾഫൈഡിന്റെ സാധ്യമായ സൂചനകൾ വെബ് കണ്ടെത്തി. ഇത് സ്ഥിരീകരണമല്ല, പക്ഷേ തിരയലിൽ ഇതൊരു ആവേശകരമായ ബ്രെഡ് ക്രംബ് ആണ്. അതേസമയം വീടിനോട് വളരെ അടുത്ത് ചുവന്ന ഗ്രഹമായ ചൊവ്വ അതിൻ്റെതായ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു. ഒരിക്കൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ നദികളും തടാകങ്ങളും ഒരുപക്ഷെ സമുദ്രങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത് ഉപരിതലത്തിൽ വരണ്ടതും തരിശായതുമാണ്. എന്നാൽ ആ പുരാതന പാറകളുടെ അടിയിൽ ഒരു കാലത്ത് അവിടെ ജീവൻ നിലനിന്നിരുന്നതിൻ്റെ അടയാളങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. 2021 ജസീറോ ഗർത്തത്തിലിറങ്ങിയ നാസയുടെ പെർസെവറൻസ് റോവർ ഒരു റോബോട്ട് പര്യവേക്ഷകൻ എന്നതിലുപരി ഒരു ജിയോളജിസ്റ്റ്, കെമിസ്റ്റ്, ബയോളജിസ്റ്റ് എന്നിവയെല്ലാം ഒന്നായി ഉരുട്ടി. പുരാതന തടാകങ്ങളെന്ന് കരുതപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് പാറയുടെയും മണ്ണിൻ്റെയും സാമ്പിളുകൾ ഇപ്പോൾ ശേഖരിക്കുകയാണ്. ഈ സാമ്പിളുകൾ ഫോസിലൈസ് ചെയ്ത സൂക്ഷ്മജീവികളെ വെളിപ്പെടുത്തുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു. വളരെ കാലം മുമ്പ് ജീവിച്ചിരുന്ന ജീവികളുടെ ചെറിയ അടയാളങ്ങൾ. സാമ്പിളുകൾ ഭാവി ദൗത്യത്തിലൂടെ ഭൂമിയിലേക്ക് തിരികെ അയക്കും. 2030കളുടെ തുടക്കത്തിൽ അവ വെളിപ്പെടുത്തുന്നത് പ്രപഞ്ചത്തിലെ ജീവന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ തിരുത്തിയെഴുതും. എന്നാൽ ഞങ്ങൾ കണ്ണുകൊണ്ട് തിരയുക മാത്രമല്ല, കേൾക്കുകയും ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി റേഡിയോ ടെലിസ്കോപ്പുകൾ ആകാശത്തെ സ്കാൻ ചെയ്തു പ്രപഞ്ചം ശ്രദ്ധിക്കുന്നു. ഈ ശ്രമത്തെ സെതി എന്നാണ് അറിയപ്പെടുന്നത്, അന്യഗ്രഹ ഇന്റലിജൻസിന്റെ തിരയൽ. ഈ വമ്പിച്ച വിഭാഗങ്ങൾ പ്രകൃതി വിരുദ്ധമായ സിഗ്നലുകൾ, ഇടുങ്ങിയ ബാൻഡ് വിഡ്ത്ത്, റേഡിയോ തരംഗങ്ങൾ അല്ലെങ്കിൽ ആവർത്തിക്കുന്ന പാറ്റേണുകൾ എന്നിവ ശ്രദ്ധിക്കുന്നു. പ്രകൃതി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയില്ലാത്ത എന്തും.
സെതി ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നിമിഷങ്ങളിലൊന്ന് 1977 സംഭവിച്ചു. ധനുരാശിയിൽ നിന്ന് വൗ സിഗ്നൽ എന്ന് വിളിക്കപ്പെടുന്ന ശക്തമായ ഒരു സിഗ്നൽ കണ്ടെത്തി. അത് 72 സെക്കൻഡ് മാത്രം നീണ്ടുനിന്നു. അതൊരിക്കൽ വിശദീകരിച്ചിട്ടില്ല, ഒരിക്കലും ആവർത്തിച്ചിട്ടുമില്ല. എന്നാൽ അത് ശാസ്ത്രവൃത്തങ്ങളിൽ ഇപ്പോഴും കത്തുന്നൊരു തീ കത്തിച്ചു. എവിടെയെങ്കിലും ആരെങ്കിലും ഹലോ പറഞ്ഞാലോ? ഇത്രയും ശ്രമിച്ചിട്ടും ഞങ്ങൾക്കിതുവരെ കൃത്യമായ ഉത്തരം കണ്ടെത്തിയിട്ടില്ല. പച്ച മനുഷ്യരില്ല, അന്യഗ്രഹ പ്രക്ഷേപണങ്ങളൊന്നുമില്ല, ഫോസിലൈസ് ചെയ്ത ചൊവ്വയിലെ വിരകളില്ല. എന്നാൽ ശാസ്ത്രം പെട്ടെന്നുള്ള ഉത്തരങ്ങളെക്കുറിച്ചല്ല, സ്ഥിരമായ ചോദ്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ വിക്ഷേപിക്കുന്ന ഓരോ ദൗത്യവും, നമ്മൾ നിർമ്മിക്കുന്ന ഓരോ ദൂരദർശിനിയും, നമ്മൾ തുരത്തുന്ന ഓരോ പാറയും നമ്മെ കുറച്ചുകൂടി അടുപ്പിക്കുന്നു. ജീവിതം ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഫ്ലൂക്കാണോ അതോ പ്രപഞ്ചത്തിന്റെ ഘടനയിൽ തന്നെ നെയ്തെടുത്ത ഒരു കോസ്മിക് ത്രെഡാണോ എന്ന് മനസ്സിലാക്കാൻ അടുത്തു. ആ തിരയിലിൽ നിങ്ങൾ തുടങ്ങുന്നതേയുള്ളൂ. പ്രപഞ്ചം ഭാവനയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന നിശബ്ദമായ ഒരു മഹാസമുദ്രമാണെന്ന് അവർ പറയുന്നു. ആ പ്രാപഞ്ചിക വിസ്തൃതിയിൽ എവിടെയോ ചോദ്യം വീണ്ടും വീണ്ടും മന്ത്രിക്കുന്നു. ജീവിതം ശരിക്കും അവിടെ ഉണ്ടാകുമോ? അത് പര്യവേക്ഷണം ചെയ്യാൻ ഞങ്ങൾ ഡ്രേക്ക് ഇക്വേഷൻ എന്ന ഒന്നിലേക്ക് തിരിയുന്നു. ഇതൊരു സമവാക്യം മാത്രമല്ല, ഇതൊരു ചിന്താ പരീക്ഷണമാണ്. നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തിൽ നിലനിന്നേക്കാവുന്ന വിപുലമായ നാഗരികതകളുടെ എണ്ണം കണക്കാക്കാനുള്ള ഒരു മാർഗമാണ്. 1961 ഡോക്ടർ ഫ്രാങ്ക് ഡ്രേക്ക് വികസിപ്പിച്ചെടുത്ത ഈ സമവാക്യം അന്തിമോത്തരം നൽകാനല്ല, മറിച്ച് ഒരു തത്വചിന്താപരമായ ചോദ്യത്തെ ഒരു ശാസ്ത്രീയ അന്വേഷണമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു. സമവാക്യം സാധ്യതകളുടെ ഒരു ശൃംഖലയെ പരിഗണിക്കുന്നു. ആദ്യം അത് ചോദിക്കുന്നു, നമ്മുടെ ഗാലക്സിയിൽ ഓരോ വർഷവും എത്ര നക്ഷത്രങ്ങൾ ജനിക്കുന്നു? ഉത്തരം അതിശയകരമെന്ന് പറയട്ടെ, പ്രതിവർഷം 1-3 നക്ഷത്രങ്ങൾ. അത് ചെറുതായി തോന്നാം, പക്ഷെ ഓർക്കുക, ക്ഷീരപഥം ഇതിനകം 100 ബില്യണിലധികം നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ നക്ഷത്രങ്ങളിൽ ഓരോന്നിനും ചുറ്റുമുള്ള ഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കെപ്ലർ, ടെസ്റ്റ് തുടങ്ങിയ ദൗത്യങ്ങൾക്ക് നന്ദി, മിക്കവാറും എല്ലാ നക്ഷത്രങ്ങൾക്കും കുറഞ്ഞതൊരു ഗ്രഹമെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ചിലതിൽ പലതുമുണ്ട്. വാസ്തവത്തിൽ കെപ്ലറുടെ ഡാറ്റ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഗാലക്സിയിൽ മാത്രം ഭൂമിയെപ്പോലെ 40 ബില്യൺ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ്. അതുപോട്ടെ, 40 ബില്യൺ ലോകങ്ങൾ, ചിലത് സമുദ്രങ്ങളും മേഘങ്ങളും ഭൂഖണ്ഡങ്ങളും കാലാവസ്ഥയും. എന്നാൽ തീർച്ചയായും എല്ലാ ഗ്രഹങ്ങൾക്കും ജീവൻ ആതിഥ്യമരുളാൻ കഴിയില്ല. ചിലത് വളരെ ചൂടാണ്, ചിലത് വളരെ തണുപ്പാണ്, ചിലത് റേഡിയേഷൻ്റെയോ മർദ്ദത്തിൻ്റെയോ ശക്തമായ കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ചെറിയ അംശം, 1000-1 ദ്രവജലം നിലനിൽക്കാൻ കഴിയുന്ന വാസയോഗ്യമായ മേഖലയ്ക്കുള്ളിൽ വീണാൽ പോലും അത് ഇപ്പോഴും ദശലക്ഷക്കണക്കിന് ജീവൻ പിന്തുണയുള്ള ഗ്രഹങ്ങളുമായി നമ്മെ അവശേഷിക്കുന്നു. ഇപ്പോൾ ഇതാ യഥാർത്ഥ രഹസ്യം വരുന്നു. ഭൂമിയിൽ ജീവൻ ആരംഭിച്ചത് ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. ഗ്രഹം തണുത്ത അധികം താമസിയാതെ. സാഹചര്യങ്ങൾ ശരിയായിരിക്കുമ്പോൾ ജീവിതം സാധ്യമാകണമെന്നില്ല, അത് അനിവാര്യമായിരിക്കാമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ജീവന്റെ വിത്തുകൾ ഗാലക്സിയിൽ ഉടനീളം വ്യാപിച്ചേക്കാമെന്ന് സൂചന നൽകുന്ന അമിനോ ആസിഡുകൾ, ജീവന്റെ നിർമ്മാണ ബ്ലോക്കുകൾ ഉൽക്കാശിലകളിലും നക്ഷത്രാന്തര പൊടിയിലും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ചില ഗവേഷകർ വിശ്വസിക്കുന്നത് സൂക്ഷ്മജീവികൾക്ക് ബഹിരാകാശത്തിന്റെ കഠിനമായ അന്തരീക്ഷത്തെ അതിജീവിക്കാമെന്നും ധൂമക്കേതുകളിലോ ചിഹ്നഗ്രഹങ്ങളിലോ പറ്റിപ്പിടിക്കുകയും ലോകങ്ങൾക്കിടയിൽ സഞ്ചരിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സിദ്ധാന്തം പാൻസ്പെർമിയ എന്നറിയപ്പെടുന്നു. ഇതൊരു വന്യമായ ആശയമാണ്, പക്ഷെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയാത്ത ഒന്നാണ്. ജീവിതം ആരംഭിക്കാൻ കഴിയുമെങ്കിൽ അത് പരിണമിക്കുമോ? ഭൂമിയിൽ ജീവൻ സൂക്ഷ്മജീവികളിൽ നിന്നല്ല, അത് കയറി പൊരുത്തപ്പെട്ടു മാറി. ശതകോടിക്കണക്കിന് വർഷങ്ങളിൽ പരിണാമം ബുദ്ധിശക്തിക്ക് കാരണമായി. അതേ യാത്ര മറ്റെവിടെയെങ്കിലും നടന്നാലും? ഇപ്പോൾ സമയത്തെക്കുറിച്ച് ചിന്തിക്കുക. പ്രപഞ്ചത്തിന് 13.8 ബില്യൺ വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. ഭൂമി താരതമ്യേന ചെറുപ്പമാണ്, വെറും 4.5 ബില്യൺ. അതിനർത്ഥം മറ്റ് നാഗരികതകൾക്ക് ശതകോടിക്കണക്കിന് വർഷങ്ങളുടെ തുടക്കം ഉണ്ടായിരിക്കാമായിരുന്നു. പരിണമിക്കാനും നിർമ്മിക്കാനും പര്യവേക്ഷണം ചെയ്യാനും പോലും മതിയായ സമയം. എന്നിട്ടും നിശബ്ദത. ഈ നിശബ്ദതയെ ഫെർമി വിരോധാഭാസം എന്നറിയപ്പെടുന്നു. അന്യഗ്രഹ ജീവന്റെ ഉയർന്ന സാധ്യതയും തെളിവുകളുടെയോ സമ്പർക്കത്തിന്റെയോ അഭാവവും തമ്മിലുള്ള വൈരുദ്ധ്യം. നമുക്ക് സിഗ്നലുകൾ നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയാത്തത്ര പ്രാകൃതരാണോ? അതോ ബുദ്ധിമാനായ നാഗരികതകൾ വളരെ അപൂർവമാണോ, വളരെ ഹ്രസ്വമാണോ? അവ അവിടെയുണ്ടെന്ന് നാം അറിയുന്നതിന് മുമ്പേ അപ്രത്യക്ഷമാകുമോ? എന്നിട്ടും റേഡിയോ സിഗ്നലുകൾക്കായി ആകാശത്തെ സ്കാൻ ചെയ്യുന്ന സെതി പോലുള്ള പദ്ധതികൾ തുടരുന്നു.
ദൂരദർശിനികൾ കോസ്മോസിനെ ശ്രദ്ധിക്കുന്നു. ഇരുട്ടിലൊരു മന്ത്രിപ്പ് പ്രതീക്ഷിക്കുന്നു. ഒരു അപാകത, ഒരു പൊട്ടിത്തെറി. നമുക്കറിയാവുന്നതെല്ലാം മാറ്റിമറിച്ചേക്കാം. പിന്നെ മറ്റൊരു ചോദ്യമുണ്ട്. അവർ ഇതിനകം എവിടെയുണ്ടോ? അവർ നോക്കി നിൽക്കുകയാണോ, കാത്തിരിക്കുകയാണോ, അതോ നമ്മൾ ഉണ്ടെന്ന് പോലും അറിയാതെയാണോ? നമുക്കറിയില്ല. എന്നാൽ നമുക്കറിയാവുന്നത് ഇതാണ്: നക്ഷത്രങ്ങൾ രൂപപ്പെടുന്ന അതേ മൂലകങ്ങൾ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ കാർബൺ, നാം ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മുടെ രക്തത്തിലെ ഇരുമ്പ് എല്ലാം പുരാതന സൂപ്പർനോവകളിൽ കെട്ടിച്ചമച്ചതാണ്. ബഹിരാകാശത്ത് ചിതറിക്കിടക്കുകയായിരുന്നു ഗ്രഹങ്ങളായി ഇപ്പോൾ നമ്മിലേക്ക്. നമ്മൾ പ്രപഞ്ചമാണ് ഉണർന്ന ചോദ്യം ചോദിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കാണോ? ശതകോടികൾക്കിടയിൽ ഏതാനും ഗ്രഹങ്ങളിൽ മാത്രമേ ജീവൻ നിലനിൽക്കുന്നുള്ളൂവെങ്കിലും അതിനർത്ഥം മറ്റ് എണ്ണമറ്റ കണ്ണുകൾ സ്വന്തം രാത്രിയിലെ ആകാശത്തേക്ക് ഉറ്റുനോക്കുകയും അതേ കാര്യം ആശ്ചര്യപ്പെടുകയും ചെയ്തേക്കാം. ഒരു പക്ഷേ ഉത്തരം ഇതിനകം അവിടെയുണ്ട്, കണ്ടെത്താനായി കാത്തിരിക്കുന്നു. നമ്മളിതുവരെ അന്യഗ്രഹ ജീവികളെ കണ്ടെത്തിയിട്ടില്ലായിരിക്കാം. എന്നാൽ അടയാളങ്ങൾ, ഭൂമിക്കപ്പുറമുള്ള ജീവന്റെ മന്ത്രിപ്പുകൾ നക്ഷത്രങ്ങളിൽ ചിതറിക്കിടക്കുന്നു. വിദൂര ഗ്രഹങ്ങളുടെ നിഴലുകളിൽ, തണുത്തുറഞ്ഞ ഉപഗ്രഹങ്ങൾക്ക് താഴെയുള്ള മഞ്ഞുമൂടിയ സമുദ്രങ്ങളിൽ ഞങ്ങൾ സൂചനകൾ കണ്ടെത്തുന്നു. നിഗൂഢമായ രാസ ഉപ്പുകൾ, വിചിത്രമായ റേഡിയോ സിഗ്നലുകൾ, വിശദീകരിക്കാനാകാത്ത അപാകതകൾ. പ്രപഞ്ചത്തിന്റെ ഇരുളടഞ്ഞ കോണുകളിൽ കൂടി ചുറ്റിത്തിരിയുന്ന പാതയിൽ ഓരോരുത്തരും ബ്രെഡ് ക്രംബ്. ഇത് കേവലം ശാസ്ത്രീയമായ ഒരു ഉദ്യമമല്ല, മനുഷ്യന്റെ ആത്മാവിൽ ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു ചോദ്യമാണിത്. നമ്മൾ തനിച്ചാണ്? ഈ ചോദ്യത്തോടൊപ്പം മറ്റൊന്ന് വരുന്നു: നാം ആരാണ് ശരിക്കും? കാരണം അവിടെയുള്ള ജീവിതം അന്വേഷിക്കുന്നത് ഇവിടെയുള്ള ജീവിതത്തെ പ്രതിഫലിപ്പിക്കുകയാണ്. ഈ ദുർബലമായ നീല ഡോട്ടിൽ നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ഭയം, നമ്മുടെ അസ്തിത്വം, നമ്മൾ അയക്കുന്ന ഓരോ പേടകവും, നമ്മൾ നിർമ്മിക്കുന്ന ഓരോ ദൂരദർശിനിയും, നമ്മൾ പരിഹരിക്കുന്ന ഓരോ സമവാക്യവും, അതെല്ലാം ഒരു വലിയ കഥയുടെ ഭാഗമാണ്. വളരെ വലിയ ഒന്നിലേക്ക് നമ്മെ ബന്ധിപ്പിക്കുന്ന ഒന്ന്. പ്രപഞ്ചം വളരെ വിശാലമാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവിനെ ധിക്കരിക്കുന്നു. എന്നിട്ടും അതിൻ്റെ നിശബ്ദതയിൽ അത് നമ്മെ വിളിക്കുന്നു. ഉത്തരങ്ങൾക്കൊപ്പമല്ല, സാധ്യതകളോടെ. ഒരു പക്ഷേ കഥ ജീവിതം കണ്ടെത്തുന്നത് മാത്രമല്ല, എന്നാൽ എല്ലാ ജീവിതത്തെയും ബന്ധിപ്പിക്കുന്ന ആഴത്തിലുള്ള ത്രെഡുകൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച്. സമയം, സ്ഥലം, അനന്തമായ അജ്ഞാതകൾ എന്നിവയിലുടനീളം താരങ്ങൾ കാത്തിരിക്കുന്നു. പിന്നെ കഥ തുടങ്ങുന്നതേയുള്ളൂ.